Praise the Lord. ഞാന് മുമ്പേ സന്ധ്യയോട് പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു വിഗ്രഹാരാധനയിലൊക്കെ ആയിരുന്നു. ഒരു 17 വയസ്സ് വരെ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താ ജനിച്ചതും വളർന്നതും. 12ാം ക്ലാസ് വരെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. അവിടെ പലരും ഈ മിഷണറീസ് ഒക്കെ വന്ന് നമ്മുടെ വീട്ടിലെ ട്രാക്ട് ഒക്കെ തരാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്റെ പേരൻസ് ഒക്കെ അത് ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. കാരണം അതെങ്ങാനും വായിച്ച് നമ്മള് കർത്താവിനെ അറിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചു. ആഹ് യേശുക്രിസ്തുവിനെ ഒക്കെ അവർക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മളെ വിടാനായിട്ട് അവർക്കൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ആഹ് എന്റെ ഫാദറിന്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെ യേശുക്രിസ്തുവിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല ദൈവങ്ങളുണ്ട്, അതുപോലെ യേശുക്രിസ്തു ഒരു ദൈവമാണെന്നൊക്കെ എന്റെ പേരൻസ് ഒക്കെ പറയുമായിരുന്നു. അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. എപ്പോഴും പഠിത്തത്തില് ഏറ്റവും ഹൈ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പേരൻസ് എന്ത് പറഞ്ഞാലും അനുസരിക്കണം. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഒരു നല്ല ആളായിട്ട് ഇരിക്കണം എന്നുള്ള താല്പര്യം ഉള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. എന്നാൽ അങ്ങനെ പല കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോഴും എന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പല കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ദൈവം എന്നോട് ഇങ്ങോട്ടൊന്നും പറയുന്നില്ല. എനിക്ക് ദൈവത്തെ ഒരു ഫ്രണ്ടായിട്ട് വേണം. എനിക്ക് ദൈവത്തിന്റെ കൈപിടിച്ച് നടക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഞാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ദൈവം എന്നോട് ഇങ്ങോട്ടൊന്നും സംസാരിക്കുന്നില്ല. ആ ഒരു വിഷമം എപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ദൈവം ഇങ്ങനെ ഒരു വിഗ്രഹം മാതിരി ഇരിക്കുകയാണോ? ഇങ്ങനെ ഒരു കാതുണ്ട് പക്ഷെ ഒന്നും കേൾക്കുന്നില്ലയോ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലയോ, എന്നെ കാണുന്നില്ലയോ? അങ്ങനെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. എന്നോടൊന്നും സംസാരിക്കുന്നില്ലല്ലോ, ഈ വിഗ്രഹങ്ങളൊന്നും എന്നോട് സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് ഞാൻ എൻട്രൻസിനായിട്ട് ഞാൻ കേരളത്തിൽ വന്നു. ട്രിവാൻഡ്രത്ത് എന്റെ എൽഡർ ബ്രദർ അവിടെ BSNL വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിട്ട് ഞാൻ അവിടെ എൻട്രൻസ് സെഫയർ എന്ന് പറഞ്ഞ ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പോകുമായിരുന്നു. 2004 ആ സമയത്ത്. പിന്നെ 2005 എൻട്രൻസിനാണ് ഞാൻ പ്രതീക്ഷിച്ചത് മാർക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക, ട്രിവാൻഡ്രത്ത് തന്നെ എനിക്ക് റാങ്ക് കിട്ടും. അങ്ങനെ ട്രിവാൻഡ്രത്ത് ചേട്ടൻ അവിടെ ഉണ്ട്. ചേട്ടൻ മാരീഡ് ആണ്. അപ്പം അവരുടെ കൂടെ തന്നെ ആയിരിക്കാനും പിന്നെ അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ചൊക്കെ മുമ്പോട്ട് പോകാം. ട്രിവാൻഡ്രത്ത് തന്നെ സീറ്റ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. എന്നാലും ദൈവത്തിന്റെ പ്ലാൻ അതല്ലായിരുന്നു. ദൈവത്തിന് എന്നെ പറ്റി ജസ്റ്റ് ഒരു ഡോക്ടർ ആക്കാനല്ല, മറിച്ച് കർത്താവിനെ പോലെ ഉള്ള ഒരു ഡോക്ടർ ആക്കാനായിട്ടായിരുന്നു, ഒരു ക്രിസ്ത്യൻ ഡോക്ടർ ആക്കാനായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ എന്റെ ഹൃദയത്തിലെ ആ ശൂന്യതയൊക്കെ കർത്താവ് കണ്ടു. അങ്ങനെ 2005 ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ എനിക്ക് സീറ്റ് ലഭിച്ചു. ഞാൻ അവിടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴും എനിക്ക് എന്താ പറയുക, ഈ ആ ഒരു പുസ്തകത്തിന്റെ കൂടെ ഒരു മൽപ്പിടുത്തം നടത്തുന്ന ആളായിരുന്നു. എനിക്ക് അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ അങ്ങനെ സ്വന്തമായിട്ട് തന്നെ പഠിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരാളായിരുന്നു. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പലരും സീനിയേഴ്സുമായിട്ടൊക്കെ സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ എന്നാലും എനിക്ക് ഞാനും ദൈവമായിട്ട് ഒരു ബന്ധം, പിന്നെ ഞാനും പുസ്തകമായിട്ട് ഒരു ബന്ധം, അങ്ങനത്തെ ഒരു ആളായിരുന്നു. അപ്പം എപ്പോഴും എനിക്ക് തോന്നുമായിരുന്നു, എനിക്കും മറ്റുള്ളവരുമായിട്ട് അങ്ങനെ ഇടപെടാനും ഒന്നും കഴിയുന്നില്ലല്ലോ. അപ്പൊ ഞാനിപ്പോ പേഷ്യൻസിനോടൊക്കെ സംസാരിക്കുമ്പോഴേ എങ്ങനെ ഒരു അവരുമായിട്ട് അങ്ങനെ കണക്ഷൻ വരത്തില്ലല്ലോ. അങ്ങനെ എന്റെ ഹൃദയത്തില് എന്താ പറയുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു കുറവ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ ആ, പല നമ്മള് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ അകന്ന് കഴിയുക. എന്റെ ഫാമിലിയിലോ എന്റെ ആരും ഡോക്ടേഴ്സ് ആയിട്ട് ആരും ഇല്ല. ഇപ്പൊ പുതിയൊരു സ്ഥലത്ത് പുതിയൊരു കോഴ്സ് പഠിക്കാനായിട്ട് അവിടെ ആയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ പല പല സ്ട്രഗിൾസ് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ റൂംമേറ്റ് ഒരു ക്രിസ്ത്യൻ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരി റൂമിന്റെ പുറത്ത് പോകുമ്പോൾ ഞാൻ റൂം അടച്ചു വെച്ച് ഞാൻ പുള്ളിക്കാരിയുടെ ബൈബിള് മേശപ്പുറത്ത് കണ്ടു. അങ്ങനെ ബൈബിള് വായിച്ച് അപ്പം യേശു ദൈവമാണെന്നുള്ള കാര്യം കുറച്ചുനാൾ മുതലേ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം കർത്താവ് എന്താണ് കർത്താവിന് പറയാനുള്ളത് എന്നുള്ളത് ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റിലെ പല പല വേഴ്സസ് ഇങ്ങനെ വാക്യങ്ങൾ വായിച്ചു. അങ്ങനെ
കർത്താവ് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതുപോലെ എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി, എന്റെ അടുക്കല് വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. അതുപോലെ എന്റെ ഹൃദയത്തിലുള്ള ആ ഒരു പേടിയുടെയും ആ ഒരു പല പല ആങ്സൈറ്റി, ആ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ സ്നേഹത്താല് നിറയുമ്പോ അതെല്ലാം പോകും. യേശുവിന്റെ കൂടെ കൈപിടിച്ച് നടന്നാലെ കാര്യങ്ങളെല്ലാം ശരിയാകും എന്നുള്ള അത് എനിക്ക് മനസ്സിലായി ബൈബിൾ വായിച്ചപ്പോൾ. അതുപോലെ ഞാൻ പലപ്പോഴും ദൈവമായിട്ട് കണക്ഷൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ യേശുവാണ് ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് കർത്താവാണ് ആ വഴി. കർത്താവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് ഒരു പ്രവേശനം ലഭിക്കത്തുള്ളൂ. കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ മാത്രമാണ് നമുക്ക് ദൈവമായിട്ടുള്ള ഒരു ബന്ധം ലഭിക്കുന്നത്, തിരിച്ചു ലഭിക്കുന്നത്. എന്റെ ജീവിതത്തിലെ പല പല ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, പല പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു അറിയാതെ തന്നെ നമ്മൾ പല തെറ്റിലും പോയി ചാടും. അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്ര നല്ലതൊക്കെ ചെയ്യാൻ നോക്കിയാലും നമ്മുടെ ജീവിതത്തിൽ എത്ര അതെല്ലാം ഇങ്ങനെ പുരണ്ട തുണി മാതിരി തന്നെയാണ്. അപ്പം അതിന് കർത്താവിന് മാത്രമേ അതെല്ലാം കഴുകാനായിട്ട് കഴിയത്തുള്ളൂ. അതിനായിട്ട് ദൈവം കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ള കാര്യമൊക്കെ ശരിക്കും അതൊക്കെ വായിച്ചപ്പോ എനിക്ക് ഒത്തിരി എന്റെ ഹൃദയത്തിലെ ആ ശൂന്യതയൊക്കെ മാറി, സന്തോഷം സ്നേഹത്താലൊക്കെ ദൈവം എന്നെ നിറച്ചു. അങ്ങനെ ആ പരിശുദ്ധാത്മാവിന്റെ ആ സ്നേഹമൊക്കെ നിറഞ്ഞപ്പോ തന്നെ ഞാൻ അപ്പൊ തന്നെ ആ ഒരു മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യം ആയാലും ബാക്കിയുള്ളവരോടൊക്കെ അതുവരെ ഞാൻ അങ്ങനെ ബാക്കിയുള്ളവരോടൊക്കെ മിണ്ടാനൊക്കെ ഭയങ്കര അങ്ങനെ മിണ്ടത്തില്ലായിരുന്നു. പക്ഷെ അവരോട് അങ്ങോട്ട് ചെന്നു മിണ്ടുകയും പലരെയും ആയിട്ട് സംസാരിക്കുകയും ആ ഒരു ദൈവത്തിന്റെ സ്നേഹം വന്ന് നിറയുമ്പോ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരും. അതുപോലെ പഠിത്തത്തിലായാലും പല കാര്യങ്ങളും ഒരുപാട് മിറക്കിൾസ്, ഓരോ എക്സാംസിനൊക്കെ ആയാലും നമ്മളിങ്ങനെ ഇങ്ങനെ അവസാന നിമിഷം പഠിച്ചിട്ട് പോയി അവിടെ ഇരിക്കുമ്പോ അതൊക്കെ ആയിരിക്കും അവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ ഒത്തിരി മിറക്കിൾസ് എന്റെ ലൈഫില് MBBS എന്നൊക്കെ പറയുന്ന ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു ഇതാണ്. നമ്മളിങ്ങനെ മൊത്തം കൂടെ പഠിക്കാൻ പോയിരുന്നു. അപ്പം അത് കറക്റ്റ് ആയിട്ട് ഏത് രീതിയിൽ പഠിക്കണം, അത് അതിനായിട്ടൊക്കെ കർത്താവിന്റെ ഒരുപാട് ഗൈഡ് ചെയ്യുകയും കർത്താവിന്റെ കൂടെ കൈപിടിച്ച് നടത്തുകയൊക്കെ ചെയ്തു. അതുപോലെ പുഷ്പഗിരി ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അവിടെ. അതുപോലെ ഈവനിങ് പ്രെയർ ഒക്കെ അതിനൊക്കെ എല്ലാരും വരണം എന്നൊക്കെ അവർ പറയുന്നത്. അങ്ങനെ എനിക്ക് പാട്ടുകൾ പാടുന്നത് ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാനവിടെ പാട്ടൊക്കെ പാടുമ്പം തുടക്കത്തിലൊക്കെ അവരിങ്ങനെ ഒന്ന് രണ്ടുപേര് പാടുമായിരുന്നു. പിന്നെ പിന്നെ ചെല്ലുമ്പോ ഞാൻ തന്നെ ആയിരിക്കും അത് പാട്ടുകളൊക്കെ എടുക്കുകയും പാട്ട് പാടാനൊക്കെ മുമ്പോട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഞാനായിരുന്നു. അങ്ങനെ പിന്നീട് ഒരിക്കലും എന്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് കുറച്ച് പേര് അവര് റൂമിലിരുന്ന് ഇങ്ങനെ ബൈബിളിലെ അതിൽ നിന്ന് കുറെ വാക്യങ്ങളൊക്കെ എടുക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഒരു 3-4 പേര്. അപ്പം ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു എനിക്കും കൂടെ നിങ്ങളുടെ കൂടെ കൂടണം എന്നൊക്കെ പറഞ്ഞ് ആ വാക്യങ്ങളൊക്കെ എനിക്ക് ബൈബിൾ വചനങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ അത് അവരും എന്നെ ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് എന്നും പറഞ്ഞ് CMFന്റെ മീറ്റിംഗ്സിനൊക്കെ ഫ്രണ്ട്സ് ആണ്. 4 നിസ്സി, മെറിൻ, കൃപ, ഷൈനി, അങ്ങനെ 4 ഫ്രണ്ട്സും അവരും ഇതുപോലെ കർത്താവിനെ കോളേജ് ടൈമിൽ രുചിച്ചറിഞ്ഞ ആൾക്കാരായിരുന്നു. അവരും എന്നെ അവരുടെ മീറ്റിംഗ്സിനൊക്കെ കൊണ്ടുപോവുകയും അവിടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മാഡം, ഡോക്ടർ ബീന സാം എന്ന് പറഞ്ഞ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു മാഡമാണ് പിന്നെ എന്നെ ആ സ്പിരിച്വൽ ലൈഫിലൊക്കെ ഗൈഡ് ചെയ്യുകയും ഇവൻ സന്ദീപന്റെ പ്രപ്പോസലൊക്കെ ഡോക്ടർ ബീന എന്ന് പറഞ്ഞ മാഡമാണ് കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അപ്പം ശരിക്കും എന്റെ പേരൻസിനൊക്കെ ഇതൊക്കെ ആദ്യം ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടും പല കാര്യങ്ങളും ഒക്കെ എന്റെ പഠിത്തത്തിലും എപ്പോഴും ഒക്കെ സന്തോഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുമ്പോൾ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാ അവള് ബൈബിൾ വായിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ പിന്നീട് ഒരിക്കല് എന്നെ വിളിച്ചപ്പോ എന്റെ ഫോൺ എന്തോ സൈലന്റിലായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ക്രിസ്ത്യൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പം എന്റെ പേരൻസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്റെ ഫാദർ അവിടെ വന്നു. എന്നിട്ട് പ്രിൻസിപ്പളുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് അപ്പോഴേ ദൈവം എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഒന്നും ഭയപ്പെടേണ്ട, നിനക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് ആ സമയത്ത് വാക്യങ്ങളെല്ലാം നിനക്ക് ഞാൻ തരും എന്നുള്ള കാര്യം ധൈര്യത്തോടെ അങ്ങനെ പോകുവാനായിട്ട് ഇടയായി. പ്രിൻസിപ്പളൊക്കെ ചോദിക്കും, നിങ്ങളെ ആരാണ് ഈ ബ്രെയിൻ വാഷ് ചെയ്തത് നിങ്ങളെ? അപ്പം അവിടെ ഒന്നും പതറാതെ
ഞാൻ പറഞ്ഞു എന്നെ ആരും ബ്രെയിൻ വാഷ് ഒന്നും ചെയ്തിട്ടില്ല. കർത്താവിന്റെ സ്നേഹ എന്റെ ഹൃദയത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പഠിത്തത്തിലായാലും എന്റെ ജീവിതത്തിൽ എന്തോ ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം കർത്താവ് തന്നിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ വേറെ ആരും എന്നോടൊന്നും പറഞ്ഞിട്ടല്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ ബൈബിൾ വായിച്ചിട്ടുള്ള കാര്യം ധൈര്യത്തോടെ അവിടെ പറയാനായിട്ടും പിന്നീട് ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്രകാരം അങ്ങ് അവരുടെ അവർ ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു മാരേജ്, പേരൻസ് ആഗ്രഹിക്കുന്ന പ്രകാരം ഒന്ന് എന്നെ, കാരണം ഈ മാരേജ് കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ പെൺപിള്ളേരുടെ ജീവിതം അതോടുകൂടി പിന്നെ അവര് അനങ്ങത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അപ്പം അവര് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു എന്റെ വീട്ടിൽ. ഒത്തിരി പ്രഷറായിരുന്നു. അവര് അവര് പറയുന്ന ആളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ ഒത്തിരി പേപ്പറിലൊക്കെ ഒത്തിരി പരസ്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ അതേ എന്റെ മെന്ററായിട്ടുള്ള ഡോക്ടർ ബീന മാഡത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാഡം അവിടെ സന്ദീപേട്ടന് ഈ ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പില് പരിഹാരത്തൊക്കെ ആയിരുന്നു. അങ്ങനെ മാഡത്തിന് അറിയായിരുന്നു അങ്ങനെ ഈ പ്രപ്പോസൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ആ പ്രപ്പോസൽ വന്നതിന് ശേഷം എന്നെ 1.5 വർഷത്തോളം വീട്ടു തടങ്കലില് ഞാനവിടെ ആക്ച്വലി പുഷ്പഗിരി തന്നെ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തു. പക്ഷെ എന്റെ അമ്മ അവിടെ വന്ന് നിന്ന് ഇനിയൊന്നും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു 10-12 ദിവസം അവിടെ. അപ്പൊ ശരിക്കും അത് പിന്നെ ഞാൻ അമ്മയുടെ കൂടെ പോകേണ്ടി വന്നു. അവന്റെ മൊബൈലെല്ലാം അവര് മാറ്റി. അങ്ങനെ കുറെ ഇല്ല, പൗലോസും പത്രോസും ഒക്കെ കാരാഗ്രഹത്തിലൊക്കെ കിടക്കുന്ന പോലത്തെ ഒരു നമുക്ക് മൊബൈലില്ല, വേറെ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാ ഈ പത്രോസും പൗലോസും ഒക്കെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോ അവരും പാട്ടും പാടി അവര് ദൈവത്തെ സ്തുതിച്ചു. കർത്താവിന്റെ കൂടെ ആയിരുന്നു അവര്. അതുപോലെ ഞാനും ഒരു അവസ്ഥയില് കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന സഭയിലെ പലരും പ്രാർത്ഥിച്ചു, വിശ്വാസികള് ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. അങ്ങനെ അത് കാരണം 2013 ഒക്ടോബർ 8 ആ ദിവസം ശരിക്കും കർത്താവിന്റെ ഒരു കരമുണ്ടല്ലോ. മോശ ഇങ്ങനെ ഇസ്രായേൽ മക്കളെ അവിടുന്ന് കൊണ്ടുവരത്തില്ലേ, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ തന്നെ ദൈവം എന്റെ കൈ പിടിച്ച് എന്റെ വീട്ടിൽ നിന്ന് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടുന്ന് സന്ദീപേട്ടനെ വീണ്ടും കാണുവാനും അതുപോലെ ചർച്ചിന്റെ എൽഡേഴ്സൊക്കെ അവിടെ ആദ്യം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം പിന്നെ വീട്ടില് സന്ദീപേട്ടനെ വീട്ടിൽ വെച്ച് തന്നെ ചെറിയൊരു ഫംഗ്ഷനായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ്. ഇങ്ങനെ എന്റെ പേരൻസ് പറയായിരുന്നു, നിങ്ങളുടെ ഈ കല്യാണം കഴിഞ്ഞ എന്തോ അവർ ജാതകപ്രകാരമൊക്കെ ഇങ്ങനെ നോക്കിയപ്പം ഇത് രണ്ടും കൂടെ ചേരത്തില്ല, കാരണം ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒന്നാവും, എന്തെങ്കിലും ഡിവോഴ്സ് ആവും, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോകും അങ്ങനെ പറയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഒരു എന്താ പറയുന്നത് ഒരു അത്ഭുതം എന്താന്ന് വെച്ചാല് ഞങ്ങള് 8 ഒക്ടോബർ 2013 കല്യാണം കഴിച്ച് 4 ഒക്ടോബർ 2014 അതിന് 4 ദിവസം മുമ്പ് പ്രീടേം ആയിട്ട്, അതായത് ഡേറ്റിന് മുമ്പ് തന്നെ 2 ഇരട്ട കുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് തന്നു. അങ്ങനെ 2 1 അല്ല 2 4 ആവുകയും ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതെല്ലാം കർത്താവിന്റെ ഒരു അത്ഭുതങ്ങളെ ഒരുപാട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരു മോളെയും കൂടെ ദൈവം ദാനമായിട്ട് തന്നു. ഒരുപാട് ആദ്യം കുഞ്ഞുങ്ങളുണ്ടായ ഒരു 1.5 വയസ്സ് വരെ പേരൻസ് ഒന്നും അങ്ങനെ ഒത്തിരി വിളിച്ചാൽ പോലും ഒത്തിരി വഴക്ക് പറയുകയും കാര്യങ്ങളും ചെയ്യുമായിരുന്നു. എന്നാൽ അതിനുശേഷം 1.5 വർഷം ഉണ്ടായതിനു ശേഷം 1.5 വർഷത്തിന് ശേഷം പപ്പ എന്നെയും സന്ദീപേട്ടൻ കുഞ്ഞുങ്ങളെ എല്ലാരും കൂടെ വീട്ടിലോട്ട് ക്ഷണിക്കുകയും അതിനുശേഷം പിന്നെ ഒരു വലിയ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നീട് ഞങ്ങളവിടെ വെല്ലൂര് തന്നെ ആയിരുന്നു സന്ദീപേട്ടൻ അവിടെ PG ചെയ്യുകയും ഒക്കെ ആയിരുന്നു. 2018 ഞങ്ങൾ നാട്ടിലോട്ട് വന്നത്. അങ്ങനെ 2018 വന്നതിന് ശേഷം ഇവിടെ സന്ദീപേട്ടൻ അവിടെ വീട്ടിൽ തന്നെ പ്രാക്ടീസ് തുടങ്ങുകയും അതുപോലെ ഞാനും ഗവൺമെന്റ് സർവീസ് ജോയിൻ ചെയ്തു. ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിലെ പല പല പ്രയാസങ്ങളും കാര്യങ്ങളും എന്തുണ്ടായാലും അതെല്ലാം ഞങ്ങൾ തരണം ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ എന്റെ വീട്ടുകാരൊക്കെയും കണ്ട്
ഇപ്പൊ അവര് ഞങ്ങളെ പറ്റി അവര് അഭിമാനിക്കുന്നു. ഞങ്ങള് ഞങ്ങള് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, വിളിക്കുമ്പോ വളരെ റെസ്പെക്റ്റോടെയാണ് സംസാരിക്കുന്നത്. അതുപോലെ അവര് പലയിടത്തൊക്കെ പോകുമ്പോ പല സമയവും കാലവും ഒക്കെ നോക്കുമല്ലോ, ഇങ്ങനെ ഈ സമയത്ത് പോയി ശരിയാകുന്നില്ല, ആ സമയത്ത്. പക്ഷെ ഞങ്ങളോട് സംസാരിക്കുമ്പോ നിങ്ങളെ ഇതൊന്നും യേശുത്തില്ല, നിങ്ങൾക്ക് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിന്നെ സമയം കാലം ഒന്നും നോക്കണമെന്നില്ലല്ലോ എന്നുള്ള കാര്യം അവരിങ്ങനെ പപ്പ ഇങ്ങനെ വിളിച്ച് ചിരിച്ചുകൊണ്ട് പറയും. അതുപോലെ ഒത്തിരി റെസ്പെക്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിന് എന്തോ ഞങ്ങൾക്ക് സന്ധ്യവേട്ടനും എനിക്ക് ഇച്ചിരി തിരക്കായിരുന്നു, വിളിക്കാൻ പറ്റിയില്ല. അപ്പൊ പപ്പ ഇങ്ങോട്ട് വിളിച്ചിട്ടോ എന്നെ വിളിച്ചിട്ട് എന്താ ഹാപ്പി ന്യൂ ഇയർ പറയാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ ഇങ്ങോട്ട് വിളിക്കുക. ഇവിടുത്തെ ഇത്തിരി സന്ധ്യവേട്ടൻ അവിടെ തന്നെ എന്താ പറയുക, ഒരു പുതിയ വീട് കഴിഞ്ഞ വർഷം 2025 ദൈവം സഹായിച്ചൊരു പുതിയ വീട് വെക്കുകയും അങ്ങനെ അവര് അതിന്റെ ഹൗസ് വാമിങ്ങിനൊക്കെ വരുകയും പല കാര്യങ്ങളും കണ്ട് അവര് അത്ഭുതപ്പെട്ട് ഒക്കെ ഒരു ഇതെല്ലാം കണ്ട് ശരിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തിയവര് ഞങ്ങളുടെ ജീവിതത്തില്. അതായത് നമ്മൾ ആ സീറോയിൽ നിന്ന് തുടങ്ങി എങ്ങനെ ദൈവം ഓരോ പല പല കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫില് കർത്താവിനെ മാത്രം മുമ്പ് മുമ്പിക്കണ്ടത്, അല്ലാതെ ഞങ്ങളുടെ ബന്ധുക്കളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളെ സഹായിക്കാനായിട്ട് പല സ്റ്റേജസിലും ഇല്ലായിരുന്നു. എന്നാൽ കർത്താവിന്റെ ആൾക്കാരും സഭയിലുള്ളവരും ബിലീവേഴ്സും ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ ഇവർ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലും ഒക്കെ എന്റെ പേരൻസോ സന്ദീപന്റെ പേരൻസോ നോക്കുന്നതിനെക്കാട്ടിലും അധികമായിട്ട് ഞാൻ ചർച്ച സഭയിലെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെയാണ് അവരെ വളർത്തി ഇത്രയാക്കിയെന്ന് വേണം പറയാനായി. അതിനായിട്ട് ദൈവത്തെ ആസ്വദിക്കുന്നു. ഒരു പാട്ട് പഠിക്കണേ എന്റെ പാട്ടുകൾ സംഗീതം ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ഒരു പാട്ട്. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൽ വൻകൃപയേ ഒഴുകി ഒഴുകി അടിയിൽ പെരുകീണമേ സ്നേഹ സാഗരമായി ഒഴുകി ഒഴുകി അടിയിൽ പെരുകീണമേ സ്നേഹ സാഗരമായി. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ ഞാനോ കുറയണമേ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ ഈരന്നെ ബദലു കർത്താവിനായി മാന പാത്രവുമായി. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ ഞാനോ കുറയണമേ. ലോകത്തിൽ ഞാൻ ദരിദ്രനായിടിലും നിൻ സ്നേഹം മതിയെനിക്കാശ്വാസമായി. ദൈവസ്നേഹം എന്നെയും ആത്മാവിനാൽ സമ്പന്നനാക്കിയല്ലോ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ ഞാനോ കുറയണമേ.
അനുദിനവും വളരേണമേ, ജ്ഞാനോ കുറയണമേ. മായാലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ പ്രശംസയേ, എന്റെ ആനന്ദമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ജ്ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും